ബീഹാറിൽ നിതീഷ് യുഗം അവസാനിച്ചു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചൊവ്വാഴ്ച രാവിലെ ചേർന്ന അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് രാജി പ്രഖ്യാപിച്ചത്. മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം സഹപ്രവർത്തകരെ അറിയിച്ച ശേഷം ഔദ്യോഗികമായി രാജി സമർപ്പിക്കുകയായിരുന്നു. ഇതോടെ ബീഹാറിൽ JDU BJP സഖ്യ സർക്കാരിന്റെ ഒരു ഘട്ടം കൂടി അവസാനിച്ചു. സംസ്ഥാനത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് സ്വന്തമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ ലോക്ഭവനിൽ നടക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ പരിഹസിച്ചതിനെക്കുറിച്ചും അപമാനിച്ചതിനെക്കുറിച്ചുമാണ് വിദ്യാർത്ഥികളുടെ തുറന്നു പറച്ചിൽ. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഡോക്ടർ റാം വിദ്യാർത്ഥികളോട് സംസാരിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ വാക്കുകൾ. ക്ലാസ്സിലേക്ക് ചെരുപ്പിട്ട് വന്ന തന്നെ അപമാനിക്കുന്ന രീതിയിൽ അഭിസംബോധന ചെയ്തതായി വിദ്യാർത്ഥി പറഞ്ഞു. തന്നെ കാണാൻ ഗോത്രവർഗക്കാരനെ പോലെയുണ്ടെന്ന് പരിഹസിച്ചുവെന്നും സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി വെളിപ്പെടുത്തി. ചെലവൂരിൽ 16-കാരിയെ കൊന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശ്വാസം മുട്ടിയാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് റിപ്പോർട്ട്. തുണി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരിമാരുടെ മക്കളായ നസ്രീന, അദ്നാൻ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വായും മൂക്കും സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയ നിലയിലായിരുന്നു അദ്നാന്റെ മൃതദേഹം. അദ്നാന്റെ മരണകാരണവും ശ്വാസം മുട്ടലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പ്രതിയായ അസമിലെ ബോങ്യ ഹോവോൺ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പഠോവരിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ നിരസിച്ചത്. കേസുമായി ബന്ധപ്പെട്ട മാർച്ച് 13-നകം കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ ഇയാൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോടതിയിൽ ഹാജരാകാതെ നൽകുന്ന ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. വ്യാജരേഖകൾ ചമച്ച 36ഓളം ലക്ഷറി വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് ദീപക് പഠോവരിക്കെതിരെയുള്ള കണ്ടെത്തൽ. പാകിസ്ഥാനിലെ ആശുപത്രിയിൽ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് 100 കണക്കിന് കുട്ടികൾക്ക് HIV ബാധിച്ചു. സിറിഞ്ചുകളും സൂചികളും ആവർത്തിച്ച് ഉപയോഗിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായതെന്ന് ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കുറഞ്ഞത് 331 കുട്ടികൾക്കെങ്കിലും ഇത്തരത്തിൽ രോഗം ബാധിച്ചതായാണ് പ്രാഥമിക വിവരം. ആശുപത്രിയിൽ നടന്ന രഹസ്യാന്വേഷണത്തിലാണ് ജീവനക്കാർ ഒരേ സിറിഞ്ച് തന്നെ ഒന്നിലധികം തവണ ഉപയോഗിക്കുന്നതും അണുവിമുക്തമാക്കാത്ത ഗ്ലൗസുകൾ ധരിച്ച രോഗികൾക്ക് കുത്തിവെപ്പ് നൽകുന്നതും കണ്ടെത്തിയത്. നാസിക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ ജീവനക്കാർ പ്രതികളായ ലൈംഗിക പീഡന മതപരിവർത്തന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രതികൾക്ക് പണം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ BPO ഓപ്പറേഷൻസ് മാനേജറായ യുവതിയുടെ പോലീസ് കസ്റ്റഡി ഏപ്രിൽ 15 വരെ പ്രാദേശിക കോടതി നീട്ടി. ഒളിവിലുള്ള മറ്റൊരു വനിതാ ജീവനക്കാരിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്തോനേഷ്യയുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ട് അമേരിക്ക. ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിലൂടെ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തടസ്സമില്ലാതെ പറക്കാൻ ജക്കാർത്ത അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. വാഷിംഗ്ടണിലെ പെന്റഗണിൽ വെച്ച് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി സ്വാഫി സ്യാംസുദ്ദീനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാർ യാഥാർത്ഥ്യമായത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാന്റെ സാമ്പത്തിക മേഖലയെ തകർക്കുന്നു. ഉപരോധം മൂലം ഇറാന് പ്രതിദിനം ഏകദേശം $43.5 കോടി വരുമാന നഷ്ടം സംഭവിക്കുന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെട്ടതാണ് ഈ വൻ തകർച്ചയ്ക്ക് കാരണം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സൈനിക നീക്കങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻ സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുമെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്.
യുദ്ധം മൂലമുണ്ടാകുന്ന വിലക്കയറ്റവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം ഇന്ത്യയിൽ ഏകദേശം 25 ലക്ഷം ആളുകൾ പുതുതായി ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുമെന്ന് UNDP പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച താരത്തിനുള്ള 2026 മാർച്ച് മാസത്തെ പുരസ്കാരം സഞ്ജു സാംസണ്. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു. 2020 ലോകകപ്പിലെ പ്രകടനമാണ് സഞ്ജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. IPL അരങ്ങേറ്റത്തിന്റെ 13ാമത്തെ വർഷത്തിലാണ് താരം ഈ പുരസ്കാര നേട്ടത്തിൽ എത്തുന്നത്. വനിതാ വിഭാഗത്തിലെ പുരസ്കാരം ന്യൂസിലൻഡ് ഓൾറൗണ്ടർ മെലീക്കർ സ്വന്തമാക്കി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.